കൊച്ചി മുസരിസ് ബിനാലയിൽ ക്രൈസ്തവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള ചിത്രം പ്രദർശിപ്പിച്ചത് വലിയ രീതിയിലുള്ള രോഷത്തിന് കാരണമായിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് നമ്മൾ പ്രതികരിക്കാനായി ഫാദർ ഫിലിപ്പ് കവിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഫാദർ ഫിലിപ്പ് കവിയിൽ അങ്ങേക്ക് കേൾക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ക്രൈസ്തവരുടെ പ്രതീകങ്ങളെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത കുറേ നാളുകളായി നമ്മൾ കണ്ടുവരുന്നുണ്ട്. ക്രൈസ്തവർ ഉറങ്ങിക്കിടക്കുകയാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? എന്താണ് അച്ഛന് തോന്നുന്നത്? ക്രൈസ്തവര് പൊതുവെ സമാധാന സ്നേഹികളായതുകൊണ്ടും വളരെ പെട്ടെന്ന് പ്രതികരിക്കാത്തത് കൊണ്ടുമാണ് പലപ്പോഴും ക്രൈസ്തവരുടെ കാര്യങ്ങൾ വരുമ്പോൾ ബോധപൂർവമായ അവഹേളനങ്ങളും നിന്ദനങ്ങളും ഉണ്ടാകുന്നത് എന്ന് ഈ സമീപകാലത്തെ ചില നിലപാടുകളൊക്കെ കണ്ടിട്ട് തോന്നിപ്പോകാറുണ്ട്. നമ്മൾ പൊതുവെ എല്ലാവരോടും വളരെ സഹിഷ്ണുതയോടും സ്നേഹത്തോടെ ഇടപെടുന്നത്, ഒരു കവിളത്ത് അടിക്കുന്നതിന് കവിളുകൊണ്ട് കാണിച്ചു കൊടുക്കുന്ന സംസ്കാരമാണ് നമുക്കുള്ളത്. രണ്ട് കവിളത്ത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴുള്ളത്. ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലഘട്ടത്തില് എത്രയോ തവണ ആവർത്തിച്ച് ക്രൈസ്തവ വിശ്വാസികളെയും ക്രൈസ്തവ സഭയെയും അവഹേളിക്കുന്ന ഒരു രീതി സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന്, സമൂഹത്തിന്റെ എന്ന് പറയത്തില്ല, ചില പ്രത്യേക നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. 2016 വന്ന ഭാഷാഭൂഷണിയിൽ വന്ന ഒരു അവതരണമാണ് അന്നത്തെ എല്ലാവരുടെയും പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ച ഒരു കാര്യം വീണ്ടും ഇപ്പൊ ബോധപൂർവം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ, 2016 എന്ന് പറയുമ്പോൾ ഇപ്പം 26 ആകാൻ പോവാണ്. അത് കൃത്യമായി പറഞ്ഞ ഒരു പതിറ്റാണ്ട് കഴിയുകയാണ് എന്ന് പറഞ്ഞാൽ 5-10 വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാല് ക്രൈസ്തവരെ പ്രകോപിപ്പിക്കാനായിരിക്കാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ക്രൈസ്തവരെ ബോധപൂർവം തമസ്കരിക്കാനും മോശമാക്കി കാണിക്കാനുമുള്ള ഒരു വഴിയായിട്ട് ചിലർ ഇത് കാണുന്നതായിരിക്കും. എന്തു തന്നെയാണെങ്കിലും വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഇത്തവണ വലിയ ശക്തമായ പ്രതിഷേധമാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ വിവിധ യൂണിറ്റുകളിലും മേഖലകളിലും അതുപോലെ രൂപതകളിലും അതിശക്തമായ പ്രതിഷേധമാണ് ഇരമ്പുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം എന്ന് പറഞ്ഞ അനേകം ആളുകൾ എന്നോട് തന്നെ വിളിച്ചു പറയുകയുണ്ടായി. കാരണം ഇത് മനുഷ്യർ പൊറുതിമുട്ടി. കാരണം നമ്മുടെ വിശ്വാസത്തെ ഇകഴ്ത്തി കാണിക്കുക വല്ല ആവശ്യമുള്ളതാണ് ഇത്തരക്കാർക്ക് ഇത് ചെയ്യേണ്ടത്. എൻ്റെ ഒരു വിലയിരുത്തല് ഇത് ദൈവനിരാസത്തിന്റെ ആളുകളായിരിക്കും, അല്ലെങ്കിൽ നിരീശ്വരവാദം ബോധപൂർവം ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇത് ചെയ്യുന്നത്. അവർക്കത് ചെയ്യുന്നതിനൊന്നും നമുക്ക് എതിർക്കാനില്ല. എല്ലാവർക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യ ഭരണഘടന മതത്തിൽ വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. പക്ഷേ മതവിശ്വാസം പ്രചരിപ്പിക്കാൻ അനുവാദമുള്ളത് മതവിശ്വാസം ഇല്ലാത്തത് പ്രചരിപ്പിക്കാം. പക്ഷേ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഇകഴ്ത്തി കാണിച്ചായിരിക്കരുത് അത് ചെയ്യുന്നത്. നമ്മളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ മറ്റുള്ളവരുടെ വിശ്വാസത്തെ എന്തിനാണ് ഇകഴ്ത്തി കാണിക്കുന്നത്? അതാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. ഇത്തരം പ്രവണതകൾ ഈ നാടിന് ഗുണപരമല്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. തീർച്ചയായിട്ടും അച്ഛാ, പലപ്പോഴും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത് കലയെ കലയായി മാത്രം കണ്ടാൽ പോരെ, അതിലേക്ക് എന്തിനാണ് ഒരു മതത്തെ വലിച്ചിഴക്കുന്നത് എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കലാപരമായ ഒരു സൃഷ്ടിയാണിതെന്നും ഇതിനെ മതവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ലെന്നും വാദിക്കുകയാണ് ചിലർ. കലയെ കലയായി കാണുന്നതിൽ ഒരു തെറ്റുമില്ല. കല എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ്. കല സത്യത്തില് ഒരു മനുഷ്യന്റെ നൈസർഗികമായ വാസനകളെ ദൈവം കൊടുത്ത വലിയ ഒരു അനുഗ്രഹമാണ് കലാവാസന എന്ന് പറയുന്നത്. അത് എന്തിനാണ്? മനുഷ്യകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അത് ഉപയോഗിക്കേണ്ടത്. മനുഷ്യകുലത്തില് വിഭജനവും വെറുപ്പും വിദ്വേഷവും പകർത്തുന്ന, അല്ലെങ്കിൽ അത്തരം പ്രതികരണങ്ങൾ ഉളവാക്കുന്ന കലാസൃഷ്ടികൾ ഇവിടെ അനുവദനീയമാണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് തോന്നിവാസം കാണിക്കാമല്ലോ. അപ്പൊ കല എന്ന് പറയുന്നത് ഉദാത്തമായ ഒരു ദൈവിക കൃപയുടെ അനുഗ്രഹത്തിന്റെ വേദിയാണ് എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. മനോഹരമായ സംഗീതം, നമ്മൾ ചില ഭക്തഗാനങ്ങളും മറ്റു ഗാനങ്ങളൊക്കെ കേൾക്കും, നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് വലിയ ആനന്ദം നിറയുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു ദൈവം നൽകുന്ന ഒരു കൃപയാണ്. അതിനെ പക്ഷേ അധമ വികാരങ്ങൾ ഉണർത്തുന്ന, മോശമായ ചിന്തകളിലേക്ക് നയിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് തെറ്റ് തന്നെയാണ്. ഇപ്പം ഫോട്ടോ എടുക്കുന്ന ഒരു കലയാണ്. നല്ല ഫോട്ടോകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? നമ്മുടെ മാതാപിതാക്കളുടെ ഫോട്ടോ നമ്മൾ എടുക്കുമ്പോൾ അവരെ തുണി ഉരിഞ്ഞ് കാണിച്ചാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. നമ്മുടെ കുടുംബ അംഗങ്ങളുടെ ഫോട്ടോ നമ്മൾ വീടുകളിൽ ചുമരുകളിൽ തൂക്കിയിടുന്നുണ്ടല്ലോ. ആരെങ്കിലും അത്തരം ഫോട്ടോകളിൽ വസ്ത്രമില്ലാതെ ഫോട്ടോ എടുത്ത് വെക്കുവോ?
എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അത് ഈ സമൂഹത്തിന്റെ സംസ്കാരത്തിന് നിരക്കുന്നതല്ല. എന്ന് പറഞ്ഞാൽ സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തില് അതനുസരിച്ചുള്ള വികാര പ്രകടനങ്ങളും അല്ലെങ്കിൽ കലാസൃഷ്ടികളുമാണ് വേണ്ടത്. കലയ്ക്ക് വേണ്ടി എന്തും ചെയ്യാമെന്ന് പറയുന്നത് തോന്നിവാസം തന്നെയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞാണ് ചിലർ ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തന്നെ ലിമിറ്റഡ് ആണ്. ഞാൻ പറഞ്ഞാൽ നമ്മുടെ അവരന്റെ മൂക്കിന്റെ അറ്റത്ത് വരെയുള്ളൂ നമ്മുടെ സ്വാതന്ത്ര്യം. അടുത്ത ആളെ നമ്മൾ സ്പർശിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്രമിക്കാനോ നമുക്ക് അവകാശമില്ല. എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ വികാര വിചാരങ്ങളെ ബഹുമാനിക്കാനുള്ള കടമ നമുക്കുണ്ട്. അതുകൊണ്ട് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തു പേക്കൂത്തും ഈ നാട്ടിൽ നടത്താമെന്ന് വിചാരിച്ചാൽ അത് ശരിയല്ല. ക്രൈസ്തവ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന കലാസൃഷ്ടികൾ എന്നല്ല പറയുന്നത്, അധമ സൃഷ്ടികൾ എന്നാണ് പറയേണ്ടത്. അതിനെ ഞങ്ങൾ ശക്തമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളെ അപലപിക്കുകയാണ്. ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ഈ നാട്ടിലെ സമാധാന പ്രേമികളായ ക്രൈസ്തവരെ വല്ലാതെ അങ്ങ് പ്രകോപിപ്പിക്കുന്നത് ഈ നാട്ടിലെ ആർക്കും ഗുണം ചെയ്യുകയില്ല എന്നുള്ള സത്യവും ഓർക്കണം. ക്രൈസ്തവര് മാത്രമല്ല, അവരുടെ ഒന്നും മതവികാരങ്ങളെ നമ്മൾ എന്താ പറയണ്ടേ, മോശമായിട്ട് കാണിക്കാൻ പാടില്ല. അവരോടൊക്കെ ബഹുമാനത്തോടെ വേണം നമ്മൾ ഇടപെടാൻ. അവനവന് വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാം. മറ്റുള്ളവരുടെ വിശ്വാസത്തിന് മേൽ എന്തിനാണ് കുതിര കയറുന്നത്? അതൊക്കെ വലിയ അരാജകത്വമാണ് ഈ നാട്ടില് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും അച്ഛൻ പറഞ്ഞ വളരെ വലിയൊരു പോയിന്റാണ്. ക്രൈസ്തവർ എന്ന് മാത്രമല്ല ഏത് മതവിശ്വാസത്തെയാണെങ്കിലും അതിനെ വ്രണപ്പെടുത്താതിരിക്കുന്നത് സമൂഹത്തിന് സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപകരിക്കും എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. കത്തോലിക്ക മാത്രമല്ല ഈ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ അന്ത്യത്താഴത്തെയാണ് വികലമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അന്ത്യത്താഴം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരെ കുറിച്ച് പറഞ്ഞ ക്രൈസ്തവർക്ക് അത് പ്രാണവായുവിന് തുല്യമാണ്. ഈശോയുടെ അവസാനത്തെ അത്താഴ വിരുന്ന്, അതിൽ നിന്നാണ് വിശുദ്ധ കുർബാനയുടെ തുടക്കം എന്ന് നമുക്കറിയാം. ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രം വിശുദ്ധ കുർബാനയാണ്. ക്രൈസ്തവ കൂട്ടായ്മകളുടെ അടിസ്ഥാനം വിശുദ്ധ കുർബാനയാണ്. ഈ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നത് ക്രൈസ്തവ സംസ്കാരത്തെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയുടെ പ്രത്യേകമായ അന്ത്യത്താഴത്തിന്റെ ചിത്രത്തില് ശിഷ്യന്മാരുടെ സ്ഥാനത്ത് കുറെ സിസ്റ്റർമാരുടെ പടം വരച്ചു വെക്കുകയും ഈശോയുടെ സ്ഥാനത്ത് നഗ്നയായ ഒരു സ്ത്രീയെ ചിത്രീകരിക്കുകയും ചെയ്യുന്നത് അത്യന്തം പ്രതിഷേധാർഹമാണ്. അത് മാത്രമല്ല, ഒരു സ്ത്രീയെ അവഹേളിക്കുന്ന തുല്യമല്ലേ നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കണ്ടേ? ഒരു സ്ത്രീയെ ഒരു വസ്തുവായിട്ട് കാണുന്നതിന്റെ പ്രതീകമായിട്ടാണ് ഈ കലാകാരൻ അവിടെ ചെയ്തിരിക്കുന്നത്. അത് ശരിയല്ല. നമ്മുടെ അമ്മമാരെ, പെങ്ങന്മാരെ, നമ്മുടെ സഹോദരിമാരെയൊക്കെ നമ്മൾ ചിന്തിക്കണം. അവരെ ആരെയും നമ്മൾ ഇപ്രകാരമാണ് ചിത്രീകരിക്കുന്നത്. ഈ സംസ്കാര സമ്പന്നമായ ഭാരതത്തില് സഹോദരിമാരെ, അമ്മമാരെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. അതിനും വിരുദ്ധമാണ് ഇത്തരത്തിലുള്ള അധമമായ, നീചമായ, നികൃഷ്ടമായ സൃഷ്ടികൾ നടത്തുന്നത്. അതിനെ കലയെന്ന് വിളിക്കാൻ പറ്റിയല്ല. രണ്ടു തരത്തിൽ ഇത് വളരെ നിന്ദ്യവും പ്രതിഷേധാർഹമാണ്. ഒന്ന്, വിശ്വാസത്തിനെതിരാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിവേരായിട്ടുള്ള വിശുദ്ധ കുർബാനയെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഈ ചിത്രം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. രണ്ട്, നമ്മുടെ സഹോദരിമാരായ, നമ്മുടെ അമ്മമാരായ സ്ത്രീകളുടെ സ്ത്രീത്വത്തിന് എതിരായിട്ടുള്ള ഒരു തിന്മയും തെറ്റുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത്തരക്കാരെ എത്രയും പെട്ടെന്ന് അവർക്കെതിരെ നിയമ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതാണ്. സ്വീകരിച്ചില്ലെങ്കിൽ ഈ ഗവൺമെന്റിന് തന്നെ ദോഷമായിട്ട് വരുമെന്നാണ് എനിക്ക് പറയുന്നത്. ഓക്കെ അച്ഛാ, അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് തെറ്റുകൾ തന്നെയാണ് ഈ ഭാഗത്തുണ്ടായത്. ഒന്ന്, ക്രൈസ്തവ നിന്ദ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പരമപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഒന്ന്, സ്ത്രീത്വത്തോടുള്ള അപമാനം. ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഈ ചിത്രത്തിലൂടെ വ്യക്തമാകുന്നത്, വെളിവാകുന്നത്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നടപടികൾ സർക്കാരുകൾ സ്വീകരിക്കുക തന്നെ വേണം. നമ്മളോടിപ്പോൾ സംസാരിച്ചത് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടറായ ഫാദർ ഫിലിപ്പ് കവിയിലാണ്. അച്ഛാ, വളരെയേറെ നന്ദി. താങ്ക് യു. താങ്ക് യു ഫാദർ.